പണത്തിൻ്റെ ഒരു പവർ നോക്കണേ. പണമുള്ളൊരു മുതലാളി മയക്ക് കെട്ടിവെച്ചൊരു സ്ത്രീക്കെതിരെ പച്ച അശ്ലീലം പറയുന്നു. അവർ പരാതി കൊടുക്കുന്നു, നിയമ നടപടി നേരിടുന്നു. പുറത്തിറങ്ങുമ്പോൾ ആ മഹാന് കിട്ടുന്ന ഒരു സ്വീകാര്യത നോക്കിയേ. ഇതേ പ്രവൃത്തി ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തി ഇതുപോലെ വേഷം കെട്ടി നടന്ന് ഇമാതിരി ഊളത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും നമ്മുടെ സമൂഹം അയാളെ പരിഗണിക്കുക? ഇതേ പ്രിവിലേജ് കൊടുക്കൂ, ഇതേ സ്വീകാര്യത കൊടുക്കൂ. കുറേ ഗസ്റ്റ് ആർട്ടിസ്റ്റിനെയൊക്കെ രംഗത്തിറക്കി ആ പുറത്തിറങ്ങലിനെ ആഘോഷമാക്കുകയാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏതോ വീരപ്രവൃത്തി ചെയ്തിട്ട് വരുന്ന രീതിയിലാണ് അതിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് കാശിൻ്റെ ഒരു പവറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. പൈസ ഇല്ലാത്തവൻ ചെയ്ത അലവലാതിത്തനം, പൈസ ഉള്ളവൻ ചെയ്ത അയ്യോ അടിപൊളി തന്നെ എന്ന് ചിന്തിക്കുന്ന കുറേയേറെ അടിമ മനോഭാവങ്ങളായിട്ടുള്ള മനുഷ്യരുടെ ഒരു കൂട്ടമാണ് അവിടെ കണ്ടതും ആ പ്രതികരണവും അതാണ് ബോധ്യപ്പെടുത്തുന്നത്. മടങ്ങിയെത്താം. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഹോട്ടലിൽ റെസ്റ്റോറന്റിലൊക്കെ പിടിച്ചിട്ടുള്ള കേസുകൾ, ചെറിയ ചെറിയ കേസുകളുണ്ട്, 10-26 കേസുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5,000-10,000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നു എന്നുള്ളൂ. വേറെ ഇവിടെ കോടതി ഇലക്ഷൻ അല്ലല്ലോ. കടലാസ് ഇവിടെ കിട്ടിയത് നേരം വൈകി, ഇന്നാണ് കിട്ടിയതെന്നാ പറഞ്ഞത്. അല്ല മോശം ഇന്നലെ ഇറങ്ങാതിരുന്നല്ലേ എന്ത് നാടകം? പ്ലീസ് പ്ലീസ് നിങ്ങൾ അദ്ദേഹത്തെ ശല്യം ചെയ്യാൻ നാടകം. കുറച്ചു പേർക്ക് വൈഫില്ലാത്തതുകൊണ്ട് അവർക്കുള്ള ഒരു പൈസ അറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടി എന്നുള്ളൂ. ഹൈക്കോടതി വീണ്ടും വിളിപ്പിച്ചിട്ടുണ്ട് കേസ്. ഇതേ വേഷത്തിൽ ഒരു സാധാരണക്കാരൻ നമ്മുടെ റോഡിൽ കൂടി എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾ ഈ രീതിയിൽ കാണൂ. വഴിയിൽ നിൽക്കുന്ന സ്ത്രീകളെക്കുറിച്ച് ഇതുപോലത്തെ വർത്തമാനം അയാൾ പറഞ്ഞാൽ നിങ്ങൾ ഏത് രീതിയിലായിരിക്കും പരിഗണിക്കുക? അപ്പോൾ എന്താണ് അയാളുടെ പ്രിവിലേജ്? അയാളുടെ ക്വാളിറ്റിയാണോ? അല്ല, അയാളുടെ കയ്യിൽ കാശുണ്ട്. കാശുണ്ടെങ്കിൽ ചിലർക്ക് ഒരു വിധേയത്വമാണ്, ആരാധനയാണ്. അയാൾ എന്ത് കാണിച്ചാലും സഹിക്കാനുള്ളൊരു മനോഭാവം. പക്ഷേ ഭൂരിപക്ഷം അതല്ല, സംവിധാനങ്ങളും അതല്ല. തോന്നിവാസവും തെമ്മാടിത്തവും പറഞ്ഞാൽ കുറച്ചു പേർക്ക് വാഴ്ത്തിപ്പാടിയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് നടക്കാം. പക്ഷേ ഇനിയും ആ തോന്നിവാസം ആവർത്തിച്ചാൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഉണ്ടാകാൻ പോകുന്നില്ല. ഈ രീതിയിലുള്ള സ്വീകരണങ്ങളും അല്ലെങ്കിൽ ആരാധ്യ പുരുഷനായി കാണുന്നവർ സ്വന്തം വീട്ടിലെ സ്ത്രീകളോടോ അല്ലെങ്കിൽ സ്വന്തം മകളോടോ ഒക്കെ ഇതേ വാചകം ഈ മഹാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ മക്കൾ ഏത് തരത്തിലുള്ള ഡ്രസ്സാണ് ധരിക്കേണ്ടതെന്ന് ഇനിയിപ്പോൾ രാഹുൽ ഈശ്വർമാർ തീരുമാനിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേഷവിധാനം നടത്താൻ നിർബന്ധിക്കുന്നവർ, അത് നിങ്ങളുടെ താല്പര്യം മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞോളൂ. ബോബി ചെമ്മണ്ണൂരിന് കാശുണ്ടെങ്കിൽ അത് അയാൾക്ക് കൊള്ളാം. ആ കാശ് അയാളുടേത് മാത്രമാണ്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിൽ ചാരിറ്റി ഉണ്ടായിരിക്കും. ഇതൊക്കെ ഒരുതരം പബ്ലിസിറ്റിക്ക് വേണ്ടിയും പ്രത്യേക താല്പര്യത്തിനനുസരിച്ച് തൻ്റെ പേര് ചർച്ച ചെയ്യാൻ വേണ്ടിയും അതിന് പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കാൻ അല്പം നിലവാരം വേണം. നാളെ ഒരു കാലത്ത് ഇതുപോലെ വേഷം കെട്ടി വന്ന് പണമില്ലാത്തവൻ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളോട് ഇത് പറഞ്ഞാൽ ബോച്ചെ ഫാൻസ് ആയിട്ടുള്ള നിങ്ങൾക്ക് അതിനെ എങ്ങനെ എതിർക്കാൻ പറ്റും? അതോ പണമുണ്ടെങ്കിൽ ആർക്കും നിങ്ങളുടെ വീട്ടിലിരിക്കുന്നവരോടും ഇത്തരം വാചകങ്ങളൊക്കെ പറയാൻ പറ്റുമോ? അവർ ശരീരം എക്സ്പോസ് ചെയ്തു, അവരുടെ ജോലി എന്താണെന്ന് മനസ്സിലാക്കുക. ആ ജോലി അതെന്താണോ അതുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ വിളിച്ചാൽ അവർ വരും. അവർ വന്നതിന് ശേഷം അതിൻ്റെ അർത്ഥം അവരെ എന്ത് അനാവശ്യവും പറയാമെന്നല്ല. അങ്ങനെ പറയുന്നവനെ ഞരമ്പുകൾ എന്ന് ഈ നാട്ടിൽ പറയും. അങ്ങനെ ഞരമ്പത്തനം കാണിച്ചൊരു വ്യക്തിക്ക് കൊടുക്കുന്ന ഈ സ്വീകാര്യത, ആ സ്വീകാര്യത ഒരുക്കുന്നവരെയും ആ ഞരമ്പന്മാരുടെ പട്ടികയിൽ മാത്രമേ പെടുത്താൻ കഴിയുള്ളൂ.